ആ ക്രീം മോൻ്റെ കാലിൽ തേക്കാൻ വേറെ ക്രീമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഡാഡിയുടെ കാലിൽ ക്രീം തേക്കുന്നുള്ളതുകൊണ്ടാണ്. അവൻ്റെ കാലിൽ ക്രീം വേറെ ഉണ്ട്. മോൻ്റെ കാലിൽ തേക്കാൻ വേറെ ക്രീം മമ്മി മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, തേച്ച് തരണുണ്ടല്ലോ ഉച്ചക്ക്. ഡാഡി എന്ത് ചെയ്യണോ അവനത് വേണം. മുഖം കഴുകണോ അപ്പം ചെന്നിരിക്കും. കാലിൽ ക്രീം തേച്ചോ മുഖത്ത് ക്രീം തേച്ചോ അപ്പം അവനവിടെ വന്നിരിക്കും. എന്ത് ചെയ്യണോ അത് അവന് പൊയ്ക്കോന്ന് പറഞ്ഞപ്പോൾ പോകുന്നു പാവം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഡാഡിയെ കൊണ്ടൊന്ന് ആക്കിയിട്ട് വന്നാ. അയ്യോ മമ്മി കണ്ടില്ല, മമ്മി പണിയിലായിരുന്നു. ഇനി ചേട്ട പോകുമ്പോൾ നോക്കാം കേട്ടോ. ചേട്ടൻ ഫുഡ് കൊടുക്കട്ടെ പെട്ടെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ കളിക്കാനുള്ള പുറപ്പാടിയിലാണ് കേട്ടോ. കുറേ വോയിസും എടുത്ത് വെച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയപ്പോൾ കളിക്കലായി. അയ്യോ വരണില്ലേ, മടിയനായപ്പോൾ. തണുപ്പ് എടുക്കണം അല്ലേ പൊന്നാ. ഇപ്പോൾ ഇത്തിരി വെയിലൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്, ഇന്നത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പം നാളെ നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അവൻ കണ്ടൻറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല കണ്ടൻറ്റ് കൊണ്ടുവരുമ്പോൾ ഞാൻ നല്ലതായിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഈ മോൻ ഡാഡിയുടെ ക്രീം ചോദിച്ചു. മോൻ്റെ ക്രീമല്ലേ ഇത്, പിന്നെ എന്തിനാ ഡാഡി? ഇത് മോൻ്റെ ക്രീമാണ്, ഇത് മോൻ്റെ ക്രീമാണ്. ഇത് കണ്ടോ, ഇത് മോൻ്റെ ക്രീമാണ്. പിന്നെ എന്തിനാ ഡാഡി പെരട്ടുമ്പോൾ മോൻ ക്രീം ചോദിക്കുന്നത്? എന്തിനാ ക്രീം ചോദിക്കുന്നത്? ഇത് കണ്ടില്ലേ, മോൻ്റെ ക്രീം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, മമ്മി പെരട്ടി തരാറുണ്ടല്ലോ. ഇനിയിപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ തന്ന് കഴിച്ചതിന് ശേഷം മമ്മി ഇത് പെരട്ടി തരും കേട്ടാ. കിടന്നോ കേട്ടാ, തണുപ്പുണ്ട്. ഓച്ച് മൂടി കിടന്നോ. മൂടല്ലേ ഡാഡി. തലമുഴി മൂടിയോണ്ടാണ് വന്ന് നോക്കുന്നത്. അച്ഛൻ്റെ കാലൊക്കെ ഇങ്ങോട്ട് പോയി കാണാനില്ലേ? അച്ഛൻ്റെ കാലൊക്കെ ഇങ്ങോട്ട് പോയി കാണാനില്ലേ പൊന്നോ? കണ്ടോ എന്തോ കാണിക്കുന്നത്. അവിടെ കിടന്നോ നീ അവിടെ കിടന്നോ. നിനക്കെന്താ വെപ്രാളം? അവിടെ കിടക്ക്. നിനക്കെന്താ വെപ്രാളം? നീ ഇവിടെ കിടന്നു ഉറങ്ങ്. അവിടെ അച്ഛനെ എന്ത് ചെയ്യാനാണ്? എന്നാ കിടന്നോ. അച്ഛനെ എന്ത് ചെയ്യാനാണ്? നീ അവിടെ കിടന്നോ ഉറങ്ങിക്കോ. നിനക്ക് വെപ്രാളം വേണ്ട. തല മൂടിയ അവന് പറ്റൂല. കാല് കാണണം, തല കാണണം. മൂടിക്കഴിഞ്ഞാൽ പറ്റൂല. കാലിവിടെ ഇരിക്കണ്ട. കാലിവിടെ ഇരിക്കണം കേട്ടാ. കാലിവിടെ ഇരിപ്പുണ്ട് അച്ഛൻ്റെ കേട്ടാ. സൗണ്ട് ഓടുന്നു. ഓ എന്തോ സൗണ്ട്. അച്ഛൻ നോക്കും കേട്ടോ. നോക്കി ആ വാടകക്കാരെയൊക്കെ വിളിക്കുന്നതാണ് കാണുന്നത്. അവിടെ ചെന്ന് പതിവ് പോലെ നോക്കുന്നു. എന്നിട്ട് ഒച്ചയെടുത്ത് ആ ആൾക്കാരെയൊക്കെ വിളിക്കും കേട്ടോ. കണ്ടോ, ഇതാണ് ഇവൻ്റെ സ്വഭാവം. കണ്ടല്ലേ നിങ്ങൾ? ലൈവായിട്ട് കണ്ടില്ലേ? അവിടെ ചെന്നിട്ട് ആ ആൾക്കാരെയൊക്കെ വിളിക്കണം. കണ്ടോ വിളിക്കുന്നത്? ഇതാണ് ഇവൻ്റെ സ്വഭാവം. കണ്ടില്ലേ? ആരാ അവിടെ പൊന്നു? അല്ലേ അവിടെയാണ്. എടുത്തോണ്ട് വാ, ബോൾ എടുത്തോണ്ട് വാ. പറ്റിത്തരാ. ബോള് കളിക്കണേ. തണുത്ത കാറ്റ് പോലെ. പിടിച്ചു. ക്യാച്ച്. ഉണ്ടോ? പിടിച്ചോ. ഓടാതെ പിടിക്കണേ. തട്ട് കടിക്കരുത് കൊഞ്ഞോ. എടുത്തോണ്ട് വാ. മമ്മിക്ക് ബോൾ എടുത്തോണ്ട് വാ. നല്ല തട്ടാൻ പറ്റുള്ളൂ. നല്ല കാറ്റ് പൊന്നോ, തണുത്ത കാറ്റ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊക്കെ കാലുകൊണ്ട് തട്ടും നോക്കൂ.
ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എടുത്തോണ്ട് വാ ബോള്. മതിയായി അവന് അറിഞ്ഞോ? ഇന്നെന്തോ ഇങ്ങനെ ഇരിക്കണത്? തണുത്ത കാറ്റ്, നമുക്ക് മോട്ടർ ഓഫ് ചെയ്തിട്ട് പോവാം. ഇതെന്തോ ഇങ്ങനെ ഇരിക്കണത്? അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താലേ ഇനി ഡെയിലി എനിക്ക് അങ്ങോട്ട് വീഡിയോ ഇടേണ്ട ഊർജ്ജമൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി, നല്ല കാറ്റാണ് കേട്ടോ. വെയിലുണ്ടെങ്കിലും കാറ്റാണ്. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് ഈ ഡിസംബറൊക്കെ ആകുമ്പോൾ ഈ വെയിലൊക്കെ ഇനി 11 മണി 12 മണി വരെയൊക്കെ 11 മണിയാകുമ്പോൾ ഉദിക്കും, ഒരു 3:30 മണിയാകുമ്പോൾ അസ്തമിക്കും സൂര്യൻ. അങ്ങനെയൊക്കെ വെയിൽ പോവും. 3:30 മണിക്കുള്ളിൽ നമ്മൾ തുണികളൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാ വർഷത്തിനെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വന്നുകൊണ്ടല്ലോ തണുപ്പൊക്കെ വളരെ കുറവായിട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവംബർ ആകുമ്പം തന്നെ പകുതിയാകുമ്പോഴേ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ വെറുതെ ഞങ്ങളിങ്ങനെ മോട്ടറിൽ വെള്ളമൊക്കെ നിറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. വെള്ളമൊക്കെ ഒന്ന് നോക്കാനും ടാങ്കൊക്കെ ഒന്ന് നോക്കാനും വന്നതായിട്ടോ. അപ്പോൾ ഇവരെയും കൂട്ടത്തിൽ കൂട്ടി. തുടക്കട്ടെ മോഹൻ, തുടക്കട്ടെ. അല്ല പിന്നെ ഒരിക്കൽ മമ്മി ഒരു വിധമായി. അതെ ആയില്ലിരിക്കട്ടെ. വാ പൗഡർ ഇട്ട് തരാം. ഇവിടെ വന്നേ, കൈ എത്തൂല മമ്മിക്ക്. പൗഡറൊക്കെ ഇടണ്ടേ? ഇതേ പൗഡർ, ക്രീം. ഇവന് താഴോട്ട് പോകാൻ പറ്റുന്നില്ല. താഴത്തെ ഫ്ലാറ്റിൽ പണിക്കാരായതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അതാണ് ഈ കിടക്കുന്നത് ഇങ്ങനെ. ചില സമയമുണ്ടല്ലോ ഫുഡ് വായിൽ വെച്ചിട്ട് കൊച്ചു പിള്ളേർ ഇറക്കാത്തതുപോലെ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇറക്കാത്ത പോലെ ഇവനെന്ത് ചെയ്യുന്നറിയാമോ? വായിൽ വെച്ചിട്ട് വായ അടച്ചു പിടിച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഗുഡ് ബോയ് ഒരു മമ്മി ചേല് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉമ്മ കൊടുക്കുമ്പോൾ പതുക്കെ ഇറക്കും കേട്ടോ. ഇങ്ങനെ ചില സമയം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി. അത് വിശന്ന് തളർന്നിരുന്നാലും ഫുഡ് കഴിക്കാൻ വരില്ല. ഇപ്പോഴത്തേക്ക് പെറ്റുകളെന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ അങ്ങോട്ട് വച്ചു കൊടുത്താൽ പിന്നെ കാണൂല ഫുഡ്. ഇവനങ്ങനെയല്ല കേട്ടോ. ഇവന് ഫുഡൊന്നും അധികം വേണമെന്നും ഇല്ല. ഇവന് കളി, ബോൾ കളി, ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ഊർജ്ജവും. സപ്പോർട്ട് ചെയ്യില്ലേ ഫ്രണ്ട്സ്? സപ്പോർട്ട് ചെയ്യണം. ഡെയിലി എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ മെസ്സേജൊക്കെ കാണുന്നുണ്ട്, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. നമ്മുടെ പൊന്ന് കഴിക്കാൻ ആ കൈ തന്നേ. കയ്യിലും കാലിൻ്റെ പാദത്തിലൊക്കെ ക്രീമൊക്കെ പുരട്ടി അവന് സുന്ദരനായി. പൊന്ന് സുന്ദരനായിരിക്കണം. നമ്മുടെ സുന്ദരമോനെ അവിടെ കൈയൊക്കെ കാണിച്ചു കൊടുത്തേ, കൈയും കാലൊക്കെ കാണിച്ചു കൊടുത്തേ. ഒരു ഹായ് കാണിച്ചു കൊടുത്തേ, ഒരു ഹായ് എന്ന് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. ഇത് എടുത്തിട്ട് ഒരു ഹായ് എല്ലാ ഫ്രണ്ട്സിനും മോന് ഹായ് കൊടുത്തപ്പോൾ ഹായ് കൊടുത്തമ്മ നമ്മുടെ ഗുഡ് ബോയ്. ഹായ് കൊടുക്ക്. നല്ല സുന്ദര കാലൊക്കെ കൈയൊക്കെ ആയല്ലോ. ഹായ് കൊടുക്ക്. എന്താണ് വിഷമിച്ചിരിക്കുന്നത്? ഹായ്. ഇപ്പുറത്തെ കൈ ഉണ്ടാ നീ? ഒരെണ്ണേ തരുള്ളൂ. ചില സമയം അവന് ഇഷ്ടമല്ല കേട്ടോ. അതാണ് അങ്ങനെ അവൻ്റെ പൗഡർ, അവൻ്റെ ഫുഡ്, അവൻ്റെ മെഡിസിൻസ്, അവൻ്റെ പൗഡർ, ഇത് കണ്ടോ, അവൻ്റെ ക്രീം എല്ലാം പുരട്ടിയൊക്കെ കൊടുത്തു. ഇതൊക്കെ തന്നെയാണ് ജോലി കേട്ടോ. വയ്യെങ്കിലും നമുക്കൊന്നും ഒരിടത്ത് ഒരു പനി വന്നാലും കിടക്കാൻ പറ്റില്ല. ആ പനി വന്ന് എനിക്ക് ഒട്ടും വയ്യ. ആ ചിക്കൻ ഗുനിയുടെ ഇതൊക്കെ വന്നിട്ട് ഞാൻ എണീറ്റ് അവന് ഭക്ഷണം കൊടുക്കുമായിരുന്നു കേട്ടോ. അവൻ്റെ കാര്യത്തിന് ഒരു മുടക്കവുമില്ല കേട്ടോ. സുന്ദരമോനായിട്ട് ഇരിപ്പുണ്ട്. അതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഇതൊക്കെ കളിച്ചിരുന്നോളൂ. 2 ബക്കറ്റ് തുണി ഞാൻ മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ട് കുറേയൊക്കെ ഉണങ്ങിയത് എടുത്തുകൊണ്ട് വന്നു. പിന്നെയും വിരിച്ചു. പിന്നെയും കിടക്കുന്നു.
അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഡെയിലിയുള്ള വ്യൂവേഴ്സൊക്കെ എൻ്റെ ഫാൻസൊക്കെ ഡെയിലി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ എല്ലാവരുടെ കയ്യിൽ നമ്മുടെ വീഡിയോസൊക്കെ എത്തുള്ളൂ. അപ്പോൾ നല്ല കണ്ടൻറ്റൊക്കെ വരുമ്പോൾ ഞാൻ നാളെയൊക്കെ നല്ല എപ്പോഴും ഒന്നും അവന് കണ്ടൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, എന്നും നമ്മൾ ഇടണ്ടേ വീഡിയോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.